നമ്മുടെ നാട്ടിലിപ്പോൾ നിരന്തരം കേട്ടുവരുന്ന ഒരു കാര്യമാണ് ആത്മഹത്യാ പ്രേരണ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുക. എന്തെങ്കിലും കാര്യത്തിൽ ഒരാൾ പോയിട്ട് വിഷം തിന്നോ തീവണ്ടിക്ക് തല വെച്ചോ കെട്ടിഞ്ഞാന്ന് ചത്തോ അല്ലെങ്കിൽ ഒതളങ്ങാ തിന്നോ ഒക്കെ ചത്തുകളയും. ആ ചാവുന്നതിനൊരു കാരണം ഉണ്ടാവില്ല. അതിൻ്റെ കാരണക്കാരനെ അല്ലെങ്കിൽ കാര്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യും. ഇത് സ്ഥിരം കാണുക. ഞാനിതൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് പോകാറുണ്ട് കേട്ടോ. അതൊരു 2 വർഷം മുമ്പോ മറ്റാണ് കൊല്ലത്ത് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം ആലോചിച്ചു. കല്യാണം നിശ്ചയവും നടന്നു. നിശ്ചയം നടന്നു കഴിഞ്ഞപ്പോൾ ആൺ വീട്ടുകാർ പറഞ്ഞു, അല്ല അത് ശരിയാവില്ല, ഞങ്ങൾ ഈ കല്യാണത്തിനില്ല, നിങ്ങൾ തന്ന സ്വർണവും കാശും ഒക്കെ പിടിച്ചോ. അതെന്ത് മര്യാദകളാണെന്നൊക്കെ പറഞ്ഞു പോയി. അല്പം മുഷിഞ്ഞൊക്കെ സംസാരിച്ചു. ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, പിടിച്ച് കെട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ് ആ വീട്ടുകാർ പോയപ്പോൾ ഇവർ സ്വർണമൊക്കെ മേടിച്ചു. അന്ന് രാത്രി ഈ പെണ്ണ് കെട്ടിത്തൂങ്ങി ചത്തു. എന്ത് ചെയ്യും? അവൾ കെട്ടിത്തൂങ്ങി ചത്തതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണ നിശ്ചയം നടന്നു. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലമല്ലേ, അതിൻ്റെ വീഡിയോ ഫോട്ടോ അത് ഇത് കൂട്ടുകാരികളെ കാണുക, അവരുമായിട്ട് അതിന് മ്യൂസിക്കൊക്കെ ഇട്ട് വീഡിയോ ഇറക്കുക, എന്തൊക്കെയാണ് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. ആ നാടകം ഇതൊക്കെ കഴിഞ്ഞാണ് ചെറുക്കൻ പറഞ്ഞു എനിക്ക് ഇത് ശരിയാവില്ല എന്ന്. ചെറുക്കൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? ചെറുക്കന് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമല്ലേ കഴിഞ്ഞപ്പോൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കാരണവന്മാർ തമ്മിൽ പറഞ്ഞങ്ങ് തീർന്നതാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു പോയി. ഒരു വലിയ നാണക്കേടല്ലേ. ഇത്രയും പേരറിഞ്ഞ് വീഡിയോയും എടുത്ത് ഒരുത്തൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് കാട്ടിലൊക്കെ പോയി ഫോട്ടോ എടുക്കുക, വെള്ളത്തിൽ മുങ്ങി ഫോട്ടോ എടുക്കുക, തീയിൽ ചാടുക, എന്തൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ മാനക്കേടൊന്ന് ആലോചിച്ച് നോക്കി. പെണ്ണ് തൂങ്ങിച്ചത്തു. അല്ലേ, ആളുകളെല്ലാം കൂടെ ബഹളമായി. ധാർമ്മിക രോഷം വരുമല്ലോ എല്ലാവരും വന്നു. പൗരസമിതി ആ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സന്ധ്യയാകുന്നതിന് മുമ്പേ ചെറുക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം. ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. കാര്യം സങ്കടകരമാണ് പെങ്കൊച്ചിൻ്റെ കാര്യം. പക്ഷേ അതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും അല്ല. മനസ്സിലായോ? ആത്മഹത്യാ പ്രേരണ ഇല്ല അതിനകത്ത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇയാൾ കല്യാണത്തിൽ നിന്ന് മാറിയത്? അയാൾക്കൊരു പക്ഷേ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടൊരു ബന്ധു വീട്ടിൽ വരുന്നു. ആ ചെറുക്കൻ്റെ കല്യാണമൊക്കെ കുറച്ചു എന്ന് കേട്ടു. എവിടെ നിന്നാ? ഇന്ന സ്ഥലത്തു നിന്നാ. എന്താ ചേട്ടാ ഒരു മൂളൽ? ഒന്നുമില്ല, ഞാൻ അല്ല എന്തോ ഉണ്ടല്ലോ ചേട്ടനൊന്നും പറ. ഇപ്പം നിങ്ങൾ തീരുമാനിച്ച് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ തോണ്ടിയെടുക്കുന്നത് എന്തിനാ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഭാഗത്തുനിന്ന് ഭാര്യം വരും. അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? കാര്യം പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഞാനായിട്ട് എനിക്ക് ഈ കല്യാണം മുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സങ്കടം വന്നു. അപ്പോൾ ഇവർക്ക് ആദ്യം കൂടി, ചേട്ടാ കാര്യം പറ. ഇയാൾ എന്തെങ്കിലും ഒരു നുണയോ കൊതി ആ പെണ്ണിനെ പറ്റി പറയും. ഇയാൾക്ക് ഈ നാടകീയമായിട്ട് അവതരിപ്പിക്കാനുള്ള ചാതുരിയൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണം മുടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ സത്യമാകാം. എന്ത് വാങ്ങിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്കിത് വേണ്ട എന്ന് തീരുമാനിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ആ പെൺകുട്ടി ചാവണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അത് ആത്മഹത്യ ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അത് ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവരായിട്ട് ഉണ്ടാക്കുന്നുമില്ല. ഇവരാ ബന്ധത്തിൽ നിന്നും ഊരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ആത്മഹത്യ. ലേറ്റസ്റ്റ് നടന്നതാണ് നമ്മുടെ PP ദിവ്യ നവീൻ ബാബു കേസ്. PP ദിവ്യ നവീൻ ബാബു ഇങ്ങനെ ഒരു അഴിമതിക്കാരനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ഒരു വീഡിയോഗ്രാഫറെ വിളിച്ച് പ്രൈവറ്റായിട്ട് എടുപ്പിച്ച് സകലമാന വാട്സാപ്പുകളിലും അയച്ചു കൊടുത്ത് നവീൻ ബാബു ട്രാൻസ്ഫറായി പോകുന്ന പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റ് അവിടെയും ഇവിടെയും വഴി കണ്ട ഇലക്ട്രിക് പോസ്റ്റിന് വരെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു ആ സ്ത്രീ. ഈ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ പത്തനംതിട്ടയിൽ എത്തേണ്ട ആളാണ്, തിരുവല്ലയിലോ ചെങ്ങന്നൂരോ മറ്റോ ഇറങ്ങേണ്ട ആളാണ്. ആളെ കാണുന്നില്ല. പിന്നെ ഇവിടെ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് ആൾ കയറിൽ തൂങ്ങി നിൽക്കുന്നത്. ഇതാണ് നവീൻ ബാബുവിൻ്റെ ചുരുക്കത്തിലുള്ള കഥ. എന്നാൽ നവീൻ ബാബു കെട്ടിത്തൂങ്ങി മരിക്കട്ടെ എന്ന് വിചാരിച്ചാണോ PP ദിവ്യ പ്രസംഗിച്ചത്?
ഇൻ ദ സ്ട്രിക്ട് സെൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ എല്ലാവരുടെയും ദേഷ്യം, പ്രതിഷേധം, വികാരം ഒക്കെ നടങ്ങി കാണുമല്ല. വെദർ പി ദിവ്യ വാണ്ടഡ് നവീൻ ബാബു ടു കമ്മിറ്റ് സൂയിസൈഡ്, ഐ ഡോണ്ട് തിങ്ക് സോ. അയാളെ അപമാനിക്കണം എന്ന് വിചാരിച്ച് കാണും, അയാൾ അഴിമതിക്കാരനാണ് എന്നവർ വിശ്വസിച്ച് കാണും, അല്ലെങ്കിൽ അഴിമതിക്കാരനെ ആക്കാൻ അവർ തീരുമാനിച്ച് കാണും. ഇവനെ ഒന്ന് നാണം കെടുത്തിയിട്ട് ബാക്കി കാര്യം, ഓ അവൻ വലിയ രാജ ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊരു മിസ്ചീഫ്. അത് ആത്മഹത്യയിൽ കലാശിക്കും എന്ന് പി വിദ്യ കണക്ക് കൂട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇപ്പോൾ കേസ് നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ ഇത് കൊലപാതകമായിരുന്നു എന്നാണ്. കൊലപാതകമാണെങ്കിൽ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ആത്മഹത്യ ആണെങ്കിലാണ് ഈ പ്രശ്നമുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ മിക്കവാറും ഈ കല്യാണ നിശ്ചയം, പ്രണയ നൈരാശ്യം, ഇതിലൊക്കെയാണ് ഈ ആത്മഹത്യകൾ നടക്കാറുള്ളത്. കുറേ കാലം ഇവർ തമ്മിൽ അടുപ്പത്തിലായിരിക്കും. കുറേ കൂടെ നല്ല ചെറുക്കനെ കാണുമ്പോൾ ഈ പെണ്ണ് അവൻ്റെ പിന്നാലെ പോകും, ഇവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവളുടെ തലയിൽ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കും. അതാണെങ്കിൽ പിന്നെ കൊലപാതകമാണ്, പോട്ടെ എന്ന് വയ്ക്കാം. ആത്മഹത്യയ്ക്ക് ഇവൾ കാരണക്കാരിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 10, 20, 24 വയസ്സൊക്കെ അല്ലേ. ആ കുറേ മമ്മൂട്ടി കൊള്ളാമെന്ന് തോന്നി മമ്മൂട്ടിയുടെ പിന്നാലെ പോയി. കുറച്ച് കഴിയുമ്പോഴാണ് സുരേഷ് ഗോപിയാണ് അതിലും സുന്ദരൻ, സുരേഷ് ഗോപിയുടെ പിന്നാലെ പോകും. അതാണ് പ്രായം. ഇതിന് പേരിൽ മമ്മൂട്ടി ആത്മഹത്യ ചെയ്തു എന്ത് ചെയ്യും? എന്നാൽ ആ ചെറുക്കൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടവും തോന്നും. അവൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്നതാണ്. വീട്ടിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി യുദ്ധം ചെയ്തിട്ട് ഞാൻ ഇവളെയൊക്കെ ഇട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് പ്രാന്താടാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കക്ഷി വേറൊരുത്തിൻ്റെ പിന്നാലെ പോയി. എന്ത് ചെയ്യും? അവന് നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ ഒതളങ്ങി എടുത്ത് തിന്നും, അവൻ ചത്തുപോകും. ആത്മഹത്യാ പ്രേരണയാണോ? സത്യത്തിലല്ല. ഇയാൾ ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് മറ്റേയാൾ കരുതുന്നില്ല എന്ന്. ഈ ആത്മഹത്യയ്ക്ക് അബറ്റ്മെൻറ്റ് അവിടെയാണ്. ഇപ്പോൾ സുപ്രീം കോടതി മഹേന്ദ്ര അവാസെ എന്നൊരു കേസ് മധ്യപ്രദേശിലാണ്. ജസ്റ്റിസ് KV വിശ്വനാഥൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഈ കേസിൽ സംഭവിച്ചത് മഹേന്ദ്ര അവാസെ എന്ന ആളിനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് എന്ന ഒരു മനുഷ്യൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, എന്നിട്ട് തിരിച്ചടയ്ക്കുന്നില്ല. വാസ്തവത്തിൽ ആ പാവത്തിന് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ ഈ കാശ് പിരിച്ചു കൊടുക്കേണ്ടത് ഈ മഹേന്ദ്രനാണ്. മഹേന്ദ്രൻ പരമദരിദ്രൻ, അയാൾക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ അയാളുടെ ഇല്ല കാശ്. മഹേന്ദ്രൻ രഞ്ജിത്തിനോട് പറഞ്ഞു, എടാ കാശ് എനിക്കവിടെ ബാങ്കിൽ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കാശ് വയ്ക്കേണ്ടി വരും. കാരണം ഇയാൾ വഴിക്കാണ് ഈ ലോണൊക്കെ എടുത്തിരിക്കുന്നതും പിടിച്ചിരിക്കുന്നതും ഒക്കെ. മറ്റവൻ പറഞ്ഞു, എൻ്റെ ഇല്ല, ഞാൻ എന്ത് ചെയ്യാൻ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? രണ്ടുപേരും ഒരേപോലെ ദരിദ്രവാസികളാണ്. അങ്ങനെ പറഞ്ഞ് തെറ്റി പല രീതിയിൽ. അപ്പോൾ ഇതൊക്കെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുക, അതൊക്കെയുണ്ട്. അവസാനം മഹേന്ദ്രൻ രഞ്ജിത്തിനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം, നാളെ ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് നിൻ്റെ വീട്ടുവാതിക്കൽ നീ ഇത്ര രൂപ ഇന്ന ബാങ്കിൽ അടയ്ക്കാനുണ്ടെന്നും അതിൻ്റെ ഉത്തരവാദിയായിട്ട് ബാങ്ക് എന്നെ പിടിക്കുമെന്നും അതുകൊണ്ട് ഞാനിവിടെ സത്യാഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു ബോർഡ് വെച്ചിട്ട് ഞാൻ നിൻ്റെ വീടിന് മുമ്പിൽ കുത്തിയിരിക്കും. എടാ അതൊക്കെ നാട്ടുകാർ കാണും, ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. നിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാർ കാണട്ടെ നാട്ടുകാർ. നീ നിൻ്റെ ബൈക്ക് വിൽക്ക്, ഒരു മോട്ടോർ സൈക്കിളുണ്ടല്ലോ, അത് വിറ്റ് അത്രയും കാശെങ്കിലും അടയ്ക്ക്. ആ മോട്ടോർ സൈക്കിൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ചില്ലറ കച്ചവടം പോലും നടക്കുകയില്ല. അത് വിറ്റ് ഞാൻ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഞാൻ നാളെ രാവിലെ നിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുണ്ടാകും, ബാനറും ഉണ്ടാകും, എല്ലാവരും അറിയട്ടെ. എൻ്റെ അല്ല നിൻ്റെയും മാനം പോകണം. ഞാൻ എത്ര നാണം കിട്ടുമെന്നറിയാമോ? ബാങ്ക് ബാനർ, ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജുകൾ എല്ലാം കോടതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഈ പേടിപ്പിച്ചല്ലോ. ദെൻ യു മേ മേക്ക് പേയ്മെൻറ്റ് ഓഫ് മണി എന്നിട്ടൊരു തെറിയാണ്. യു മേ റിട്ടേൺ മൈ മണി, ദാറ്റ്സ് ഓൾ, യു ഗോ ആൻഡ് അറേഞ്ച്. എനിക്കൊന്നും കേൾക്കണ്ട, ഡാഷേ മര്യാദയ്ക്ക് പൈസ റെഡിയാക്കി വെച്ചോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരികയാണ്, ദാറ്റ്സ് ഓൾ. ഇതാണ്. ഇതൊക്കെ ഹിന്ദിയിലുള്ളത് ഇംഗ്ലീഷിലാക്കിയതാണ്. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഈ രഞ്ജിത്ത് പോയിട്ട് മരത്തിൽ
കെട്ടിത്തൂങ്ങി മരിച്ചു. രഞ്ജിത്തിൻ്റെ ഒരു ബന്ധു യാദൃച്ഛികമായിട്ട് അതിലെ വന്നപ്പോഴാണ് ഈ സാധനം അയാൾ ബഹളമൊക്കെ വെച്ച് എല്ലാവരെയൊക്കെ അറിയിച്ചു. രഞ്ജിത്തിൻ്റെ ബൈക്ക് ഒരു 100 മീറ്റർ ദൂരെയായിട്ടിരിപ്പുണ്ട്. രഞ്ജിത്ത് ഒരു നമ്മുടെ മരണമൊഴി എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ എഴുതി, ഈ മഹേന്ദ്രൻ എന്നെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു, തട്ടും ചെയ്തു, നാളെ രാവിലെ അവൻ വീട്ടിൽ വരും, അവൻ ബാനർ എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടും, എനിക്ക് മരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്, രഞ്ജിത്താണ് ഇതിന് ഉത്തരവാദി എന്നും പറഞ്ഞു എഴുതി. കേസ് അപ്പം തന്നെ മഹേന്ദ്രനെ പൊക്കി. അയാൾ പറഞ്ഞു, എൻ്റെ കാശിൽ എനിക്ക് പ്രാന്തരയ്ക്ക് മുകളിലെ ആകാശം താഴെ ഭൂമിയായിട്ട് ഞാൻ നിൽക്കുകയാണ്, ഞാനിത് പറഞ്ഞതാണ്, ഞാൻ വീട്ടിൽ അധികം സത്യാഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ താൻ ഇരിക്കാനുള്ളതായിരുന്നു പ്ലാനായിരുന്നു എന്ന് എനിക്കറിയാമല്ലോ സാറേ, എനിക്ക് ജ്വലിച്ചു വന്നു, ഞാനത് പറഞ്ഞു. പക്ഷേ അവൻ ചത്തുപോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല സാർ, സത്യമാണ്. മഹേന്ദ്രന് ഇവൻ ആത്മഹത്യ ചെയ്യണമെന്നും ആഗ്രഹമില്ല. അവൻ്റെ കാശ് അവൻ്റെ ഗതികൾ ആലോചിച്ചു. എനിക്ക് ബാങ്കിൽ അവനല്ലേ സമാധാനം പറയേണ്ടത്. ഇവൻ ദരിദ്രവാസിയും എൻ്റെ ഇല്ല, നുള്ളിപ്പെറുക്കിയാൽ അവൻ്റെ കാശില്ല, ആകെ ഉള്ളത് ഈ ബൈക്കാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ അത് വെച്ചാണ് അവനെന്തോ സാധനം ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്താണ് അവൻ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നത്. ഈ രണ്ടും ദരിദ്രന്മാർ. ഒരു ദരിദ്രൻ്റെ ഭീഷണിയിൽ മറ്റേ ദരിദ്രൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തൊരു ധർമ്മസങ്കടം. മഹേന്ദ്രാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് വക്കീലന്മാർ അവരുടെ ബന്ധുക്കളൊക്കെ ഇറങ്ങി സംഗതി സുപ്രീം കോടതി വരെ എത്തിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, അതെ, എന്ത് ഈ ആത്മഹത്യാ പ്രേരണ നമുക്കൊന്ന് പരിശോധിക്കാം. അബറ്റ്മെൻറ്റ് ഓഫ് സ്യൂസൈഡ്, ഇതാണ് ഇതിൻ്റെ തലക്കെട്ട്. ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ്സ് സ്യൂസൈഡ്, whoever abets the commission of such suicide shall be punished with imprisonment of either description for a term which may extend to 10 years and shall also be liable to fine. 10 വർഷം തടവോ പിഴയോ രണ്ടും കൂടെയോ ആണ് ഇതിന് ശിക്ഷ. ഇതിൽ മെയിൻ വാക്ക് എന്ന് പറയുന്നത് എനി പേഴ്സൺ കമ്മിറ്റ്സ് സ്യൂസൈഡ് ഹൂവർ അബറ്റ്സ് ദ കമ്മീഷൻ ഓഫ് സച്ച് സ്യൂസൈഡ്. ഈ സ്യൂസൈഡിനെ അബറ്റ് ചെയ്യുന്ന ആളിനാണ് ഈ ശിക്ഷ. എന്താ അബറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ പീനൽ കോഡിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്താണ് അബറ്റ്മെൻറ്റ് ഓഫ് എ തിങ് എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ അബറ്റ്സ് ദ ഡൂയിങ് ഓഫ് എ തിങ്. ഒരാൾ അബറ്റ് ചെയ്യുന്നത് എപ്പോൾ? ഒന്ന്, ഇൻസ്റ്റിഗേറ്റ് എനി പേഴ്സൺ ടു ഡൂ ദാറ്റ് തിങ്. അബറ്റ്മെൻറ്റിന് ജനറൽ അർത്ഥമാണ് ഇവർ പറയുന്നത്. അത് ഇറ്റ് കുഡ് ബി അബറ്റ്മെൻറ്റ് ടു സ്യൂസൈഡ്, അബറ്റ്മെൻറ്റ് ടു കിൽ, അബറ്റ്മെൻറ്റ് ടു റോബ്, അബറ്റ്മെൻറ്റ് ടു റേപ്പ്, ഇതൊക്കെ ആവാം. എന്തിനേയും സഹായിക്കുക. ബട്ട് ഈ സഹായിക്കുക എന്ന് വെച്ചാൽ എന്താ? വാതിൽ കുറ്റിയിട്ട് കൊടുക്കുന്നതാണോ? കയ്യിൽ കോടാലി എടുത്ത് കൊടുക്കുന്നതാണോ? അതോ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക? ഒരു കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, ആ കയറിട്ട് കൊടുക്കാതിരിക്കുക, അങ്ങനെ അയാളുടെ മരണത്തിന് ഉത്തരവാദിയാകുക. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തും ചില കാര്യങ്ങൾ ചെയ്യാതെയും ഒരാളെ സഹായിക്കാം. അത് മരണത്തിനാവാം, ആത്മഹത്യക്കാകാം, കൊലപാതകത്തിനാകാം. ഒമിഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയും. കമ്മീഷൻ ഓഫ് സർട്ടൺ തിങ്സ്, ചില കാര്യങ്ങൾ ചെയ്യുക. ഒമിഷൻ ഓഫ് സർട്ടൺ തിങ്സ്, ചെയ്യാമായിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാതെയും മനുഷ്യരെ ദ്രോഹിക്കുക. ഇതാണ് അബറ്റ്മെൻറ്റ്. പിന്നെ അതിൽ കോൺസ്പിറസി, 3-4 പേര് ചേർന്നിട്ട് നമുക്ക് ഇവനെ കൊടുക്കാൻ വിടാം. നീ ഒരു കാര്യം ചെയ്യും, 4 മണിക്ക് നമ്മളെ എത്താൻ പറ, എന്നിട്ട് നീ അവിടെ പോകണ്ട. ഇവിടെ നമ്മൾ പോയില്ലെങ്കിൽ അവൻ വഴിയാതരമായി പോവും. അവനെന്ത് ചെയ്യും? പിന്നെ അത് തന്നെ, അവനത് തന്നെ കിട്ടണം. നീ ധൈര്യമായിട്ട് വാക്ക് കൊടുത്തു, ഉറപ്പ് 4 മണിക്ക് എത്തും എന്നൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും പോകുന്നില്ല, ഇയാൾ രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. അബറ്റ്മെൻറ്റ് വരാം. പിന്നെ ഇൻറ്റൻഷനലി എയ്ഡ്സ് ബൈ എനി ആക്ട് ഓർ ഇല്ലീഗൽ കമ്മീഷൻ ഓർ ഡൂയിങ് ഓഫ് ദാറ്റ് തിങ്. ഇതാണ് അബറ്റ്മെൻറ്റ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അബറ്റ്മെൻറ്റ് ആകുന്നുള്ളൂ. കോടതി പറയുന്നു, ആസ് ഈസ് ക്ലിയർ ഫ്രം ദ പ്ലെയിൻ ലാംഗ്വേജ് of the sections, to attract the ingredients of section 306, the accused should have abetted the commission of a suicide. അക്യൂസ് ആത്മഹത്യയെ സഹായിച്ചിരിക്കണം.
അബറ്റ് ചെയ്തിരിക്കണം. എ പേഴ്സൺ അബറ്റ്സ് ദ ഡൂയിങ് ഓഫ് എ തിങ് ഹൂ ഫസ്റ്റ്ലി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നു. എന്നിട്ട് കോടതി 1995 സുപ്രീം കോടതി എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗം, അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മറ്റേ ആളിനോട് പറഞ്ഞു, ഗോ ആൻഡ് ഡൈ, പോയി ചാവട. അവൻ പോയി ചത്തു. എന്തു ചെയ്യും? ആത്മഹത്യാ പ്രേരണ ഇല്ലേ? ശരിയല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോൾ മകനോട് പറഞ്ഞ് എന്ത് പറഞ്ഞാലും കേൾക്കുകയുമില്ല, കോളേജിലും പോകില്ല, നാശപൂശ. അതുകൂടാതെ വീണ്ടും കാശ് ചോദിക്കുന്നു. അച്ഛന് ദേഷ്യം വരുന്നു, പോയി ചാവടാ നീ. മകൻ പോയി ചത്തു. എന്തു ചെയ്യും? അച്ഛൻ കുറ്റക്കാരനല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ടി വിക്കാരുടെ ന്യായം അനുസരിച്ച് അച്ഛനെ അപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ, പോയി ചാവാനല്ലേ പറഞ്ഞേ? സുപ്രീം കോടതി പറഞ്ഞെന്താണെന്നറിയാമോ? ദോസ് വേർഡ്സ് ആർ കാഷ്വൽ നേച്ചർ വിച്ച് ആർ ഓഫൺ എംപ്ലോയിഡ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ് ബിറ്റ്വീൻ ക്വാറലിംഗ് പീപ്പിൾ. വഴക്കുണ്ടാകുമ്പോൾ അച്ഛൻ മകനോടോ, അമ്മ മകനോടോ, മകൻ അച്ഛനോടോ, ഭാര്യ ഭർത്താവിനോടോ, ഭർത്താവ് തിരിച്ചോ ഒക്കെ പറയുന്ന സാധാരണ സാധനമാണ്, പോയി ചത്തൂടെ നിനക്ക്, എന്നെ ഉപദ്രവിക്കാതെ എണീറ്റ് പോയിവിടെ നിന്ന്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ആത്മഹത്യാ പ്രേരണയാണ്. ആ ഭാര്യയ്ക്ക് ആ സമയത്ത് ജ്വലിച്ചങ്ങ് വന്നിട്ട് അവർ നേരെ അടുക്കളയിൽ പോയിട്ട് മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിച്ച് തീ കൊടുത്തു. ഇതേ ഭർത്താവ് കൂടി അയ്യോ കൊത്തൊന്നും നിലവിളിച്ച് 4 വയസ്സ് ആളൊക്കെ വന്നപ്പോഴത്തേക്ക് മരിച്ചുപോയി. ആ ബെറ്റിൻ്റെ സൂയിസൈഡ് ചാവാൻ പറഞ്ഞതല്ലേ? പോയി ചത്തൂടേ, എൻ്റെ ജോലി എന്നെ സമയം വെറുതെ പോ, ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ കോടതി പറയുന്നു, നത്തിങ് സീരിയസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോളോ ദെയർ ആഫ്റ്റർ. സാധാരണ പോയി ചാവെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ചത്തുകളെയൊന്നും ആരും വിചാരിക്കാറില്ല, ആരും അങ്ങനെ ചാകാറുമില്ല. ദ സെറ്റ് ആക്ട് ഡസ് നോട്ട് റിഫ്ലക്ട് ദ റിക്വസിറ്റ് മെൻസ്രിയ. മെൻസ്രിയ എന്ന് വെച്ചാൽ ഇൻറ്റൻഷൻ, ഒരു മനഃപൂർവ്വം ഒരാൾ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അയാൾ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. അതല്ലെങ്കിൽ അതിൽ കുറ്റമില്ല. Intention of the accused to aid or to instigate or to abet the deceased to commit suicide is a must. ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ, അബറ്റ്മെൻറ്റ്, ആഗ്രഹം, അതിനുള്ള സഹായം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കുറ്റമാകുന്നുള്ളൂ. അതുകൂടാതെ വേറെയും ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആണും പെണ്ണും തമ്മിലൊരു 8-9 വർഷം അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. 9 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഇതിൽ നിന്ന് പിന്മാറി, പെണ്ണ് ആത്മഹത്യ ചെയ്തു. ഇതുപോലെ കത്തും എഴുതി വെച്ചു. ആ കത്തിൽ വളരെ വികാരഭരിതമായിട്ട് താൻ ഇന്ന് വരെ ചെയ്തതൊക്കെ വലിയ നന്ദിയുണ്ട്, അതുകൊണ്ട് ഇമോഷണൽ ഒരുപാട് കാര്യങ്ങളൊക്കെ. ബട്ട് ഈ സാധനം കുറ്റമല്ല. അവൾ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല അവളെ ഇയാൾ ഉപേക്ഷിച്ചത്. ഇത് കൂടാതെ ഭർത്താവ് ഭാര്യയെ ഹരാസ് ചെയ്യുന്നു പല രീതിയിൽ. ഹരാസ്മെൻറ്റ് വല്ലാതെ ആയിക്കഴിഞ്ഞ് എന്തിനും തൊട്ടതിനും ഒക്കെ കുറ്റം പറയുക, അങ്ങനെ ചെയ്യുക, പുറത്ത് പോകാൻ സമ്മതിക്കുക, അപ്പുറത്ത് നോക്കരുത്, ഇന്ന ആളെ നോക്കി, ഇങ്ങനെയൊക്കെ ഹരാസ് ചെയ്യുക. ഇതിൻ്റെ മൂർധന്യത്തിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോഴും അത് അബറ്റ്മെൻ്റ് അല്ല, കുറ്റമല്ല. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ സ്ത്രീയോട് ആർക്കും സഹതാപമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ബട്ട് പ്രശ്നം അങ്ങനെയാണ്. അല്ലാതെ അത് അവർ ആത്മഹത്യ പ്രേരണ എന്ന് പറഞ്ഞുള്ള കുറ്റം ചുമത്തരുത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫൈനലി ഞാൻ കൂടുതൽ നീട്ടാതെ പറയാം. ഫൈനലി കോടതി പറയുന്നു, സെക്ഷൻ 306 IPC എന്ന് വെച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം appears to be casually and too readily resorted to by the police. വളരെ കാഷ്വലായിട്ട്, ടു റെഡിലി, എപ്പോഴും വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു വകുപ്പായിട്ട് ആത്മഹത്യാ പ്രേരണയെ പോലീസ് ഉപയോഗിക്കുന്നതായിട്ട് കോടതി കാണുന്നു. While the persons involved in genuine cases should not be spared. ജെന്യുവിനായിട്ടുള്ള ആത്മഹത്യാ പ്രേരണ അത് പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. ബട്ട് ദ പ്രൊവിഷൻ ഷുഡ് നോട്ട് ബി ഡിപ്ലോയിഡ് അഗൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഓൺലി ടു അസാച്ച്
ദ ഇമ്മീഡിയറ്റ് ഫീലിങ്സ് ഓഫ് ദ ഡിസ്ട്രോട്ട് ഫാമിലി ഓഫ് ദ ഡിസീസ്ഡ്. മരിച്ച ആളിൻ്റെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യാ കുറ്റം ചുമത്തുന്നത് ശരിയല്ല. ഈ കാര്യം നമ്മളുടെ ചാനലുകാരാണ് ചെയ്യുന്നത്. ആരാണോ ആത്മഹത്യ ചെയ്യുന്നത് അയാളുടെ നേർക്ക് സഹതാപം എല്ലാവരും കൂടെ ചൊരിയും. അപ്പോൾ മറ്റേ ആൾ വില്ലനായി. ഈ വില്ലനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസ് വില്ലനാകും. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? ആത്മഹത്യാ കുറ്റം ഇയാളെ പിടിച്ചുകൊണ്ട് പോകും. അവസാനം കോടതി ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒന്നും ഉണ്ടാവില്ല എന്ന് തെളിയാനായിട്ട് 5-6 വർഷം എടുക്കും. അതിനിടയ്ക്ക് ഈ ചെറുക്കൻ്റെ ജന്മം കോഞ്ഞാട്ടയാവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മഹത്യാ കുറ്റം വളരെ സൂക്ഷിച്ച് മാത്രം ആരെങ്കിലും തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ട് ഇത് ചെയ്യരുത് എന്നാണ് കോടതി പറയുന്നത്. എന്നിട്ട് ഈ കാര്യത്തിൽ, ഈ മഹേന്ദ്രൻ്റെയും രഞ്ജിത്തിൻ്റെയും കാര്യത്തിലും കോടതി പറയുന്നു, മഹേന്ദ്രന് ഒരു കാലത്തും രഞ്ജിത്ത് മരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. രഞ്ജിത്ത് മഹേന്ദ്രൻ്റെ പേരെഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് മഹേന്ദ്രൻ ഉത്തരവാദിയാകുന്നില്ല. പലരും വിചാരിക്കുന്നുണ്ട്, ഞാൻ വണ്ടിക്ക് തല വെച്ചിട്ട് ഇവൻ്റെ ഭർത്താവിൻ്റെ ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു. അതായത് എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഭർത്താവ് മാത്രമാണ്, ഭർത്താവ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വയ്ക്കും. ഈ എഴുതി വെച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ആ എഴുത്ത് കാണുമ്പോഴേ അറിയാം ഇവരുടെ വാശിക്ക് അവരത് എഴുതിയതാണ്. ഇവർ ആത്മഹത്യ ചെയ്യണമെന്നൊന്നും ആ ഭർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം. The trial courts also should exercise great caution and circumspection and should not adopt a play it safe syndrome by mechanically framing charges. Adopt a play it safe. ലോവർ കോർട്ടിലൊക്കെ ആത്മഹത്യാ ആ കുറ്റപത്രം അത് ഇതൊക്കെ സേഫാണല്ലോ. ഇയാളെ വെറുതെ വിട്ടാലാണല്ലോ ജനരോഷം ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ടി വിക്കാർ ചർച്ച ചെയ്ത് കൊന്നുകളയും മജിസ്ട്രേറ്റിനെ. അപ്പോൾ പ്ലേ ഇറ്റ് സേഫ്, കുഴപ്പമില്ല, പൊതു അഭിപ്രായത്തിനനുസരിച്ച് മജിസ്ട്രേറ്റ് അങ്ങ് പോകും. അങ്ങനെ പോകരുത് എന്നും സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതിൽ പറയുന്നു, ഈവൻ ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഇൻ എ ഗിവൺ കേസ് ഹാവ് ഷോൺ അട്ടർ ഡിസ്റിഗാർഡ്സ് ഫോർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ സെക്ഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത് സെക്ഷനൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ വെറുതെ ഈ മീഡിയ ബഹളവും നാട്ടുകാരുടെ നിലവിളിയൊക്കെ കണ്ടുകൊണ്ട് ഒരാളെ ആത്മഹത്യാ കുറ്റത്തിന് പിടിച്ചുകൊണ്ട് പോയാൽ കോടതി അതിൽ നിയമപരമായിട്ട് ഇടപെടാവുള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അങ്ങനെ മഹേന്ദ്ര സിംഗിനെ വെറുതെ വിട്ടുകൊണ്ട് സുപ്രീം കോടതി ഓർഡറായി. ഇത് ഈ കഴിഞ്ഞ ജാനുവരി 17 ഓർഡറാണ്. ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ, അഭയ് എസ് ഓക്ക ഡിവിഷൻ ബെഞ്ചാണ്. അതിൽ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് കെ വി വിശ്വനാഥനാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മളുടെ പത്രങ്ങൾ, ചാനലുകൾ ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെയൊക്കെ കോപ്പി എല്ലാ സ്ഥലത്തെയും DGPക്കൊക്കെ പോകും. സൂക്ഷിച്ച് വേണം ആത്മഹത്യാ കുറ്റം. നാളെ ഒരാളെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ചാനലുകാർ DGPയെ തെറി പറയും. പോലീസ് എന്തെടുക്കുന്നു? ആത്മഹത്യ ചെയ്യുന്ന ഉത്തരവാദിയായ ആളിനെ ഇതുപോലെയാണ് വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ കേട്ട് ഞാൻ ചത്തു. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല, വിവാഹ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പീഡിപ്പിക്കാനങ്ങ് സമ്മതിക്കുകയാണോ പെണ്ണുങ്ങൾ? വിവാഹ വാഗ്ദാനം, ശരി, വാഗ്ദാനമൊക്കെ ഇരിക്കട്ടെ, താൻ കല്യാണം കഴിക്കുക ആദ്യം, ബാക്കി പിന്നെ നോക്കാം എന്നല്ലേ പറയണം. സാമാന്യ ബുദ്ധിക്ക് പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. എടി നിന്നെ ഞാൻ നാളെ വൈകുന്നേരം കല്യാണം കഴിച്ചോ, ഇപ്പം എൻ്റെ കൂടെ വാന്ന് പറഞ്ഞാൽ നാളെ വൈകുന്നേരം കഴിക്കുമല്ലോ, പിന്നെ നാളെ വൈകുന്നേരം ഉറപ്പല്ലേ, ഇപ്പോൾ വാ. ഉടനെ ഇവൾ ഇറങ്ങി പോവുകയാണ്. പിറ്റേ ദിവസം ഇവനെ കാണുന്നില്ല. ഇവളെന്നിട്ട് ബലാത്സംഗമാണ് അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവണില്ല. ഇതുപോലത്തെ കുറേ കേസുകൾ ഇപ്പോൾ വരുന്നു. ഈ സ്വയംകൃതാനർത്ഥമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നാട്ടുകാരെ ഉപദ്രവിക്കുക. ടി വിക്കാരാണെങ്കിലൊന്നും പറയുകയും വേണ്ട. ദൈവമേ, 10-12 ചാനലുണ്ട് മലയാളത്തിൽ. എവിടെയുണ്ട് ആത്മഹത്യ, എവിടെ കൊലപാതകം, എവിടെ മോഷണം എന്ന് പറഞ്ഞ് ക്യാമറയുമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്.
നമുക്ക് തോന്നുന്നില്ലേ പൊതുവേ സമൂഹത്തിൽ അക്രമം കൂടി വരുന്നു എന്നൊക്കെ? കൂടി വരുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇവർ ഹൈപ്പ് ചെയ്യുകയാണ് ചുമ്മാതെ അങ്ങോട്ട്. അപ്പോൾ എന്തുമായിക്കോട്ടെ, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കുറ്റമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മാത്രമേ അത് എടുക്കാവുള്ളൂ. വെറുതെ മനുഷ്യരുടെ ജീവിതം ഇട്ട് കളിക്കരുത് പോലീസുകാർ. നിങ്ങൾ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് ഊരാൻ എത്ര കാലമെടുക്കും ഒരു മനുഷ്യൻ? അതുകൊണ്ട് പോലീസുകാരും വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തവർ ഈ ജാനുവരി 17 KV വിശ്വനാഥിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രത്യേകം എടുത്ത് വായിക്കണം. താങ്ക് യു.